ഹായ് എവ്രി വൺ, വെൽക്കം ബാക്ക്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ചാപ്റ്റർ 1-ലെ 4-മത്തെ പാർട്ടാണ്. ഷെയർ ഇഷ്യൂ ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഫസ്റ്റ് സ്റ്റെപ്പാണ്. ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഇൻ കമൻസിങ് business of a company is to raise capital by issue of shares. ഷെയർ ഇഷ്യൂ ചെയ്തിട്ടാണ് ഒരു കമ്പനി എന്ത് ചെയ്യുക, അതിന്റെ ഫണ്ട് കണ്ടെത്തുക എന്നുള്ളതാണ്. അങ്ങനെ ഫണ്ട് കണ്ടെത്താൻ 3 മെത്തേഡുകളുണ്ട്. ഒന്ന് പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്, മറ്റൊന്ന് റൈറ്റ് ഇഷ്യൂ ആണ്, മറ്റൊന്ന് പബ്ലിക് ഇഷ്യൂ ആണ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളുടെ ഇടയിൽ മാത്രം പ്രൈവറ്റ് ആയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുന്നതിന് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയും. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ ഒരു കമ്പനി ഓൾറെഡി റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് തന്നെ ഇത് വാങ്ങിക്കാനുള്ള റൈറ്റ് കൊടുക്കുന്നതിനാണ് റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ സ്റ്റോക്ക് മാർക്കറ്റിലൊക്കെ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ പബ്ലിക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇഷ്യൂ ചെയ്യും. എല്ലാവർക്കും, പൊതുജനങ്ങൾക്ക് ആർക്കും വാങ്ങാം. പ്രൈവറ്റ് പ്ലേസ്മെന്റിൽ നമ്മുടെ ഫ്രണ്ട്സ് ഫാമിലി പോലുള്ള ഒരു ഗ്രൂപ്പിനാണെന്നുണ്ടെങ്കിൽ, റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡറിനാണെന്നുണ്ടെങ്കിൽ ഇത് ആർക്കും വാങ്ങാം. അതുകൊണ്ടാണ് അതിനെ പബ്ലിക് ഇഷ്യൂ എന്ന് പറയുന്നത്. അപ്പൊ പബ്ലിക് ഇഷ്യൂവിന് നമ്മൾ രണ്ട് വേർതിരിക്കുന്നുണ്ട്: ഇനീഷ്യൽ പബ്ലിക് ഓഫറും ഓഫർ ഫോർ സെയിലും. അപ്പൊ എന്തൊക്കെയെന്നുള്ളത് നമുക്ക് നോക്കാം. പ്രൈവറ്റ് പ്ലേസ്മെന്റ്, ഇതിൽ ഓരോ ടേം ചിലപ്പോൾ 3 മാർക്കിന്റെ ഏരിയയിൽ പ്രതീക്ഷിക്കാം. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ എ പ്രൈവറ്റ് കമ്പനി കനോട്ട് ഇഷ്യൂ എ പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യാൻ പറ്റില്ല. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഷെയർ ഒക്കെ വിൽക്കാൻ വേണ്ടിയിട്ട്, ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട് പരസ്യം കൊടുക്കുന്ന ആ പരസ്യം പോലെയുള്ള ഒരു ഫോർമൽ ഡോക്യുമെന്റിനാണ് പ്രോസ്പെക്ടസ് എന്ന് പറയാം. ഹെൻസ് അതുകൊണ്ട് തന്നെ ഇറ്റ് യൂഷ്വലി റൈസസ് ഇറ്റ്സ് ക്യാപിറ്റൽ ബൈ പ്രൈവറ്റ് പ്ലേസ്മെന്റ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ അപ്പം ഇപ്പോഴും വ്യക്തമായിട്ട് എന്താ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞിട്ടില്ല. അപ്പൊ നോക്കാം നമുക്ക് ഇവിടെ പ്രൈവറ്റ് പ്ലേസ്മെന്റ് ഈസ് ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് ഓഫ് എ കമ്പനി. ഒരു കമ്പനീന്റെ ഷെയറോ മറ്റു സെക്യൂരിറ്റികൾ ഡയറക്റ്റ് ടു വൺ ഇൻവെസ്റ്റർ ഓർ സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റർ. സ്മോൾ ഗ്രൂപ്പ് ഓഫ് ഇൻവെസ്റ്റേഴ്സിന് നമ്മൾ കൊടുക്കുന്നതിനെയാണ് എന്ത് പറയാ, പ്രൈവറ്റ് പ്ലേസ്മെന്റ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാൽ ഈസ് ദ ഇഷ്യൂ ഓഫ് സെക്യൂരിറ്റീസ് of a company direct to one investor or small group of investors. നമ്മൾ ഒന്നോ രണ്ടോ ഇൻവെസ്റ്റേഴ്സിന്, അല്ലെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സോ ഫാമിലിയോ ഒക്കെ ആയിട്ടുള്ള ഒരു 10-20 ആൾക്കാർക്ക്, മാക്സിമം പോയി കഴിഞ്ഞാൽ ഒരു 200 ആളുകൾ വരെ ഉണ്ടാവും പ്രൈവറ്റ് കമ്പനിക്ക്. അങ്ങനെ ഇഷ്യൂ ചെയ്യുന്നതിനാണ് പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ഓക്കെ, ജനറലി ഇൻവെസ്റ്റേഴ്സ് ആർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് വരും, അതർ എക്സിസ്റ്റിംഗ് കമ്പനീസ് വരാം, സെലക്ടഡ് പ്രൈവറ്റ് പേഴ്സൺസ് വരാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ് വരാം, റിലേറ്റീവ്സ് ഓഫ് പ്രൊമോട്ടേഴ്സ്, ഇങ്ങനെയൊക്കെ വരാം. പ്രൊമോട്ടേഴ്സ് ആയിട്ടുള്ള കമ്പനി തുടക്കം കുറിച്ച ആളുകളുടെ റിലേറ്റീവ്സിനൊക്കെ വരാം. അപ്പം പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണ്? 3 മാർക്കിന് പ്രതീക്ഷിക്കാം. റൈറ്റ് ഇഷ്യൂ 3 മാർക്കിന്റെ ഏരിയയിൽ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. റൈറ്റ് ഇഷ്യൂ എന്ന് പറഞ്ഞാൽ റൈറ്റ് ഇഷ്യൂ ഇസ് എ ചീപ്പ് വേ ഓഫ് റേസിംഗ് ഫിനാൻസ്. അങ്ങനെ ഒരു അഭിപ്രായം എനിക്കില്ല കേട്ടോ. ഓക്കെ, ഇതിലങ്ങനെ പറയുന്നുണ്ട്, ചീപ്പ് വേ ഓഫ് റേസിംഗ് ഫിനാൻസ്. അവിടെ എന്താണ്, ഏറ്റവും ചീപ്പായിട്ട് നമുക്ക് ഫണ്ട് റേസ് ചെയ്യാൻ പറ്റും. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനാണ് കൊടുക്കുന്നത്, അതുകൊണ്ട് വേറെ എന്തില്ല, പ്രശ്നങ്ങളൊന്നുമില്ല. ഓക്കെ, അതായത് എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുമ്പോൾ വേറെ അതിന് വേണ്ടിയിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യാൻ എക്സ്പെൻസ് ഒന്നും കൂടുതൽ വരൂല. ഓക്കെ, വില കുറഞ്ഞ ഒരു സാധനം, വില മീൻസ് എക്സ്ട്രാ റിസ്ക് എടുക്കേണ്ട ആവശ്യമില്ല. ആ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിനെ കണ്ടെത്താൻ വീണ്ടും നമ്മൾ പബ്ലിക് പരസ്യം ചെയ്ത് ഇങ്ങനെ ആക്കണ്ടല്ലോ. അതുകൊണ്ടാണ് ചീപ്പ് വേ എന്ന് പറഞ്ഞാൽ വില കുറഞ്ഞു എന്നുള്ള രീതിയിലാണ്. ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ ഓഫ് ഷെയർസ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡർ. ഇവിടുന്നാണ് നമുക്ക് വേണ്ടത്. ഇറ്റ് ഈസ് ആൻ ഇഷ്യൂ, ഇതൊരു ഇഷ്യൂ ചെയ്യലാണ്, ഓഫ് ഷെയർസ് ഇഷ്യൂ ചെയ്യലാണ് ടു എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സ്. എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുക. ഏത് രീതിയിൽ? ഇൻ പ്രൊപ്പോർഷൻ ടു ദെയർ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ്. അവരുടെ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡിംഗ് എന്താണോ, നിലവിൽ എത്രയാണോ അവർ ഷെയർ ഹോൾഡ് ചെയ്യുന്നത് അതിന്റെ അതേ അനുപാതത്തിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് നിലവിൽ ഒരു 3 ഷെയർ ഹോൾഡേഴ്സ് ഉണ്ട്. ഓരോരുത്തർക്കുള്ള പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇയാൾക്ക് 20%, മറ്റേ ആൾക്ക് 50%, അടുത്ത ആൾക്ക് 30%. അപ്പൊ അടുത്ത് നമ്മൾ പുതിയതായിട്ട് ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോഴും ഒരു 100 ഷെയർ ഇഷ്യൂ ചെയ്യണമെങ്കിൽ ഇയാൾക്ക് 20 ഷെയർ ഇഷ്യൂ കൊടുക്കണം, 50 ഷെയർ കൊടുക്കണം, ഇവിടെ 30 ഷെയർ കൊടുക്കണം. ഒരേ സെയിം പ്രൊപ്പോർഷനിൽ എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് കൊടുക്കുന്ന ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. ഓക്കെ,
റൈറ്റ് ഇഷ്യൂ നോ പ്രോസ്പെക്ടസ് ഒന്നും ഇഷ്യൂ ചെയ്യുന്ന റൈറ്റ് ഇഷ്യൂല് നോ പ്രോസ്പെക്ടസ് ഈസ് ഇഷ്യൂഡ്, പ്രോസ്പെക്ടസിന്റെ ആവശ്യമില്ല. ഇനി പബ്ലിക് ഇഷ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പബ്ലിക് ഇഷ്യൂ മീൻസ് സെല്ലിംഗ് ഓഫ് ഷെയർസ് ഓർ സെക്യൂരിറ്റി ടു പബ്ലിക്കിന് ബൈ ഇഷ്യൂ ഓഫ് പ്രോസ്പെക്ടസ് ഒക്കെ ഇഷ്യൂ. ആദ്യത്തെ രണ്ടെണ്ണത്തിലും പ്രോസ്പെക്ടസ് ഇഷ്യൂ ചെയ്യുന്നില്ല. പ്രോസ്പെക്ടസ് എന്ന് പറഞ്ഞാൽ ഒരു ഡോക്യുമെന്റ് ആണ്, ഒരു ഫോർമൽ ഡോക്യുമെന്റ് ആണ്. അതിലൂടെയാണ് എന്ത് ചെയ്യുക, അതിന്റെ കാര്യങ്ങളൊക്കെ പരസ്യപ്പെടുത്താം. ഇവിടെ ഇനീഷ്യൽ പബ്ലിക് ഓഫർ ഉണ്ട്, ഓഫർ ഫോർ സെയിലും ഉണ്ട്. ഏറ്റവും ഇമ്പോർട്ടന്റ് പബ്ലിക് ഇഷ്യൂ ചോദിക്കുന്നതിനേക്കാളും കൂടുതലായിട്ട് IPO എന്ന് മാത്രം ചിലപ്പോൾ 3 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ? ഇനീഷ്യലി ചെയ്യുന്ന പബ്ലിക് ഓഫറിനാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് പറയാം. ദിസ് ഈസ് മെത്തേഡ് ഓഫ് റേസിംഗ് സെക്യൂരിറ്റി in which a company sells shares or stocks to the general public for the first time. ഫസ്റ്റ് ടൈം ആയിട്ട് ഒരു കമ്പനി ഫണ്ട് കണ്ടെത്തുകയാണെങ്കിൽ അതിനാണ് ഇനീഷ്യൽ പബ്ലിക് ഓഫർ. പബ്ലിക് ഓഫർ ചെയ്തിട്ട് ഫസ്റ്റ് ടൈം ആണ് ഒരു കമ്പനി കണ്ടെത്തുന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇനീഷ്യൽ പബ്ലിക് ഓഫർ എന്ന് വിളിക്കും. ഓക്കെ, ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സെയിൽ ചെയ്യാൻ വേണ്ടി കുറച്ച് ആൾക്കാർക്ക് ഓഫർ കൊടുക്കുകയാണ്. ഒരു കമ്പനിക്ക് ഡയറക്റ്റ് ആയിട്ട് ഷെയർ ഇഷ്യൂ പ്രോസസ്സിൽ പങ്കെടുക്കാറുള്ള കുറെ അവരുടെ മെയിൻ ആക്ടിവിറ്റി ഇത് മാറി നിൽക്കേണ്ട ഒരു സാഹചര്യം വരും. അപ്പൊ ഒരു കമ്പനി എന്ത് ചെയ്യാണ്, വേറെ കുറെ ഇന്റർമീഡിയറ്റ്സിനെ ഏൽപ്പിക്കുക, ഞങ്ങളെ ഷെയറുകൾ വിറ്റ് തരണം എന്ന് പറഞ്ഞിട്ട്. ബാങ്കുകളാവാം, ഇഷ്യൂ ഹൗസസ് ആവാം, മെർച്ചന്റ് ബാങ്കുകളാവാം, അതുപോലെ തന്നെ അണ്ടർടേക്കിംഗ് ഫേംസുകളാവാം, ഇവരെ ഏൽപ്പിക്കുക. ഇതിനെയാണ് ഓഫർ ഫോർ സെയിൽ എന്ന് പറയുന്നത്. അണ്ടർ ദിസ് മെത്തേഡ് ഇൻസ്റ്റെഡ് ഓഫ് ഓഫറിംഗ് ഷെയർ ഡയറക്ട്ലി ടു ദ പബ്ലിക് ഡയറക്റ്റിന് കൊടുക്കുന്നതിന് പകരം ബൈ ദ കമ്പനി ഇറ്റ്സെൽഫ് ഓഫർ ത്രൂ ഇന്റർമീഡിയറി സച്ച് ആസ് ഇഷ്യൂ ഹൗസസ്, മെർച്ചന്റ് ബാങ്ക്, ഇൻവെസ്റ്റ്മെന്റ് ബാങ്ക്, ഇങ്ങനത്തെ ആളുകളിലൂടെ എന്ത് ചെയ്യുക, ഷെയർ പബ്ലിക്കിലേക്ക് എത്തിക്കുക. അപ്പൊ കമ്പനി ആർക്കാ സെയിൽ ചെയ്യുന്നത്? ഈ മെർച്ചന്റ് ബാങ്ക് പോലത്തെ ആളുകൾക്കാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഈ ഒരു മെയിൻ ആയിട്ടുള്ള ഏരിയ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഒന്ന് വെയിറ്റ് ചെയ്യാം. കുറച്ച് തിയറി ഉണ്ട്, അതൊക്കെ നിങ്ങൾ നോക്കിയാൽ മതി. ഞാൻ മിനിമം സബ്സ്ക്രിപ്ഷൻ, ഇത് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. മിനിമം സബ്സ്ക്രിപ്ഷൻ, അതായത് നമ്മളൊരു ഷെയറിന്റെ പ്രൊസീജിയർ എങ്ങനെയാന്നുള്ളത് ആദ്യം ഒന്ന് ജസ്റ്റ് ഞാനൊന്ന് സിമ്പിൾ ആയിട്ട് പറയാം. ഓക്കെ, അതായത് ഷെയർ ഇഷ്യൂ ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷെയർ ഒരു ലക്ഷം രൂപ കമ്പനിക്ക് വേണമെന്ന് കരുതുക. 1 ലക്ഷം രൂപ കമ്പനി ക്യാപിറ്റലായിട്ട്, ഷെയർ ക്യാപിറ്റലായിട്ട് ഫണ്ട് കണ്ടെത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അത് മുഴുവൻ ഒറ്റയടിക്ക് എമൗണ്ട് വാങ്ങല്ല ചെയ്യുക. അതിനെ വ്യത്യസ്ത ഇൻസ്റ്റാൾമെന്റ് ആയിട്ടാണ് വാങ്ങുക. എന്തായിട്ട് വാങ്ങുക? ഇൻസ്റ്റാൾമെന്റ്. അങ്ങനെ വാങ്ങാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെ വാങ്ങാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞാൽ പബ്ലിക് ആകുമ്പം ആ രീതിയിലാണ് ചെയ്യുക. ഓക്കെ, അപ്പോ ഫസ്റ്റ് ഒരു ഇൻസ്റ്റാൾമെന്റ് ഉണ്ടാവും, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, ഫസ്റ്റ് ഇൻസ്റ്റാൾമെന്റ്, പിന്നെ സെക്കൻഡ് ഇൻസ്റ്റാൾമെന്റ്, തേർഡ് ഇൻസ്റ്റാൾമെന്റ്. ഓക്കെ, നോർമലി എന്താണ് ഷെയർ ഇഷ്യൂ ചെയ്യുന്ന പ്രൊസീജിയർ ആണ്. ഇനി അങ്ങോട്ട് 5, 6, 8, 10 ഒക്കെ വേണമെങ്കിൽ ചെയ്യാം. പക്ഷെ ഓരോ ഇൻസ്റ്റാൾമെന്റിനും ഓരോ പേരുണ്ട്. ഒന്നാമത്തേന്റെ പേര് അപ്ലിക്കേഷൻ ആണ്, ഷെയർ അപ്ലിക്കേഷൻ. രണ്ടാമത്തത് അലോട്ട്മെന്റ്. മൂന്നാമത്തത് ഫസ്റ്റ് കോൾ. ഇനി നാലാമത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനെ സെക്കൻഡ് കോൾ എന്ന് വിളിക്കും. ലാസ്റ്റത്തെ കോൾ ഏതാണോ അതിനെ ഫൈനൽ കോൾ എന്ന് വിളിക്കും. ഓക്കെ, ഇതാണ് അപ്ലിക്കേഷൻ മണി. ക്യാഷ് വാങ്ങുന്നതിന്റെ പേര് അപ്ലിക്കേഷൻ മണി, അലോട്ട്മെന്റ് മണി, ഫസ്റ്റ് കോൾ മണി, സെക്കൻഡ് കോൾ മണി, ഫൈനൽ കോൾ മണി. ഇങ്ങനെയാണ് ഷെയർ എന്ത് ചെയ്യുക, ഇഷ്യൂ ചെയ്യുക. ഇൻസ്റ്റാൾമെന്റ് ആയിട്ടായിരിക്കും വരിക. അപ്പോ കമ്പനിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഷെയർ ഇഷ്യൂ ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി 10,000 ഷെയർ നാട്ടുകാർക്ക് ഇഷ്യൂ ചെയ്യുന്നുണ്ട്, 10,000 ഷെയർ ഇഷ്യൂ ചെയ്യുന്നുണ്ട്. അപ്പോ ആളുകളോട് ഞങ്ങൾ ഷെയർ കൊടുക്കുന്നുണ്ട് എന്ന് കമ്പനി കൊടുക്കും. അങ്ങനെ ആളുകൾ എന്ത് ചെയ്യും, കമ്പനിയുടെ അടുത്ത് നിന്ന് അപ്ലിക്കേഷൻ വാങ്ങും. അപ്ലിക്കേഷൻ വാങ്ങുമ്പോൾ ഈ അപ്ലിക്കേഷന്റെ കൂടെ 10,000 ഷെയറുകൾ ഉണ്ട്. ഒരു ഷെയറിന്റെ വില 10 രൂപയാണ്. അപ്പൊ അപ്ലിക്കേഷന്റെ കൂടെ 3 രൂപയായിരിക്കും കമ്പനി എന്ത് ചെയ്യുക, വാങ്ങുന്നുണ്ടാവുക. അപ്പോ ഇനി അപ്ലിക്കേഷൻ കഴിഞ്ഞു, അടുത്ത സ്റ്റേജ് ആണ് അലോട്ട്മെന്റ്. അലോട്ട്മെന്റിലേക്ക് പോകണം എന്നുണ്ടെങ്കിൽ കമ്പനി ഉദ്ദേശിക്കുന്ന ഒരു മിനിമം നമ്പർ ഓഫ് ഷെയർ, 10,000 ഷെയർ ഇഷ്യൂ ചെയ്യുമ്പം അതിലാകെ 1000 ഷെയറേ പോയിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ കമ്പനി എന്തേക്കൊള്ളുന്നില്ല, അടുത്ത സ്റ്റെപ്പിലേക്ക് പോകൂല. അപ്പൊ കമ്പനിക്ക് ഒരു ഉദ്ദേശം ഉണ്ടാവും, മിനിമം ഇത്ര ഷെയർ എമൗണ്ട് എങ്കിൽ, ഇത്ര ഷെയർ എങ്കിലും വിറ്റ് പോയാലേ നമ്മൾ അടുത്ത അലോട്ട്മെന്റ് പ്രൊസീജിയറിലേക്ക് പോവുള്ളൂ.
ഷെയർ വാങ്ങുന്നതിന് നമ്മൾ വിളിക്കുന്ന പേരാണ് സബ്സ്ക്രൈബ് ചെയ്യുക എന്ന് പറയാം. അപ്പൊ ഷെയർ മിനിമം ഒരു നിശ്ചിത എമൗണ്ട് ഷെയർ വാങ്ങിയാൽ മാത്രമേ, ഇപ്പൊ ഉദാഹരണത്തിന് 10,000-ൽ 7,000 ഷെയർ എങ്കിലും ആളുകൾ വാങ്ങിക്കഴിഞ്ഞാൽ മാത്രമേ, അപ്ലിക്കേഷൻ മണി കിട്ടിയാൽ മാത്രമേ നമ്മൾ അടുത്ത പ്രൊസീജിയറായ അലോട്ട്മെന്റിലേക്ക് പോവുള്ളൂ. അപ്പൊ അങ്ങനെ ഒരു ക്രൈറ്റീരിയ വെച്ചിട്ടുണ്ടാവും. ആ ക്രൈറ്റീരിയ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. എന്താ പറയുന്നത്, മിനിമം സബ്സ്ക്രിപ്ഷൻ. അത് ഇനി കമ്പനി വെച്ചിട്ടില്ലെങ്കിലും കമ്പനീസ് ആക്ട് പ്രകാരം അല്ലെങ്കിൽ സെബി റെഗുലേഷൻ പ്രകാരം എന്തുണ്ട്, കൃത്യമായി എത്രയെന്ന് പറയുന്നുണ്ട്. കമ്പനിക്ക് വെക്കാം, കമ്പനിന്റെ മെമ്മോറാണ്ടം ഓഫ് അസോസിയേഷനിൽ അത് കൃത്യമായിട്ട് പറയും. അപ്പൊ മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് ദ മിനിമം എമൗണ്ട് ഓഫ് ക്യാപിറ്റൽ ഫിക്സഡ് ബൈ ദ ഡയറക്ടേഴ്സ് ടു ബി റൈസ്ഡ് ഫ്രം ദ മെമ്പേഴ്സ് ബൈ വേ ഓഫ് സബ്സ്ക്രിപ്ഷൻ. ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ട് മിനിമം എത്രയാണ് കളക്ട് ചെയ്യണം എന്ന് കമ്പനി ഉറപ്പാക്കുന്ന ഈ എമൗണ്ടിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് കമ്പനി അതിന്റെ അഡ്വർടൈസ്മെന്റ് കൊടുക്കുന്ന പ്രോസ്പെക്ടസ് എന്ന ഒരു ഡോക്യുമെന്റ് ഉണ്ടല്ലോ, ആ ഡോക്യുമെന്റിൽ കൃത്യമായിട്ട് കൊടുക്കും. ഇറ്റ് മസ്റ്റ് ബി സ്റ്റേറ്റഡ് ഇൻ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷൻ ആൻഡ് പ്രോസ്പെക്ടസ്. അതെന്ത് ചെയ്യണം, കമ്പനിന്റെ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും അതുപോലെ തന്നെ അതിന്റെ എന്താണ് പ്രോസ്പെക്ടസിലും കൊടുക്കണം. അടുത്തൊരു കാര്യം മനസ്സിലാക്കുക, നോ അലോട്ട്മെന്റ് ഓഫ് ഷെയർസ് ക്യാൻ ബി മെയ്ഡ് അൺലെസ് മിനിമം സബ്സ്ക്രിപ്ഷൻ ഈസ് റൈസ്ഡ് ഫ്രം ദ അപ്ലിക്കൻസ് ഫോർ ഷെയർസ്. ഷെയർസിന്റെ അപ്ലിക്കൻസിന്റെ അടുത്തുനിന്ന് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ, അപ്ലിക്കൻസിന്റെ അടുത്തുനിന്ന് മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടിയിട്ടില്ലെങ്കിൽ ഒരു നിലക്കും കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, അലോട്ട്മെന്റ് ഷെയർ നടത്താൻ പറ്റൂല, അടുത്ത ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള അലോട്ട്മെന്റ് വാങ്ങിക്കാൻ പറ്റൂല എന്നുള്ളതാണ്. കമ്പനീസ് ആക്ട് പ്രകാരം മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ത് ചെയ്യണം, 90% ഓഫ് ദ ഇഷ്യൂ എമൗണ്ട്, ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ടിന്റെ 90% എന്ത് ചെയ്യണം, മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടണം. അതായത് 1,00,000 രൂപയുടെ ഷെയർ ആണ് എന്നുണ്ടെങ്കിൽ, 1,00,000 രൂപന്റെ ഷെയർ ആപ്ലിക്കേഷൻ 3 രൂപ വെച്ചിട്ടാണ് എന്നുണ്ടെങ്കിൽ എത്ര ഉണ്ടാവും, 1,00,000 ഷെയർ ഉണ്ട്. 1,00,000 ഷെയറിന് അപ്ലിക്കേഷൻ 3, അലോട്ട്മെന്റ് ആയതിന് 2 രൂപ, ബാക്കി ഫസ്റ്റ് കോളിന്റെ കൂടെ 5 എന്ന് കരുതാം. അങ്ങനെയാണെങ്കിൽ അപ്ലിക്കേഷന്റെ കൂടെ 1,00,000 × 3 3,00,000 വരണം. ഈ 3,00,000-ന്റെ 90% 2,70,000 രൂപയുടെ ഷെയർ അപ്ലിക്കേഷൻ മണി കിട്ടിയാൽ മാത്രമേ അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഇത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്താന്നുള്ളത്. ഇപ്പൊ മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ കമ്പനി പബ്ലിക്കിന്റെ അടുത്ത് നിന്ന് സബ്സ്ക്രിപ്ഷനിലൂടെ, ഷെയർ സബ്സ്ക്രിപ്ഷനിലൂടെ റേസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന മിനിമം എമൗണ്ടിനാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത്. ഇത് നമ്മൾ ആർട്ടിക്കിൾസ് ഓഫ് അസോസിയേഷനിലും അതുപോലെ തന്നെ പ്രോസ്പെക്ടസിലും പറഞ്ഞിട്ടുണ്ടാവും. എന്ന് മാത്രമല്ല, മിനിമം സബ്സ്ക്രിപ്ഷൻ കിട്ടാതെ അടുത്ത ഇൻസ്റ്റാൾമെന്റ് ആയിട്ടുള്ള അലോട്ട്മെന്റിലേക്ക് നമ്മൾ പോകൂല. പിന്നെ കമ്പനീസ് ആക്ട് പ്രകാരം എന്താണ്, മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് 90% ആണ്. എത്രയാണോ നമ്മൾ ഇഷ്യൂ ചെയ്യുന്ന എമൗണ്ട് അതിന്റെ 90% ആണ് എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഇനി കുറെ കാര്യങ്ങളുണ്ട്. മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറയുമ്പോൾ മസ്റ്റ് ബി കളക്ടഡ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഓപ്പണിംഗ് ദ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്തു, നാട്ടുകാർക്ക് ഇഷ്യൂ ചെയ്യല്ലേ, അങ്ങനെ ഇഷ്യൂ സ്റ്റാർട്ട് ചെയ്ത് 30 ദിവസം കൊണ്ട് മിനിമം സബ്സ്ക്രിപ്ഷൻ എമൗണ്ട് എന്ത് ചെയ്തിരിക്കണം, കളക്ട് ചെയ്തിരിക്കണം. അല്ലാതെ അതിങ്ങനെ നീട്ടി കൊണ്ടുപോകാൻ പറ്റൂല. മിനിമം സബ്സ്ക്രിപ്ഷൻ നമുക്ക് എന്ത് ചെയ്തിട്ടില്ല, നോട്ട് കളക്റ്റഡ്, കിട്ടിയിട്ടില്ല ഈ പറഞ്ഞ 30 ദിവസം കൊണ്ട് എന്നുണ്ടെങ്കിൽ കമ്പനി എന്ത് ചെയ്യണം, അപ്ലിക്കൻസിന് മുഴുവൻ എമൗണ്ടും 15 ദിവസം കൊണ്ട് റീഫണ്ട് ചെയ്ത് കൊടുക്കണം. അങ്ങനെ റീഫണ്ട് ചെയ്തിട്ടില്ലെങ്കിൽ നല്ല പണി കിട്ടും, അതായത് ഫൈനും പെനാൽറ്റിയും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയാണ് മിനിമം സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്, പ്രോബ്ലത്തിലേക്ക് അങ്ങനെ കിടക്കുകയാണ്. ഇതിൻ്റെയൊക്കെ തിയറി കുറച്ചുണ്ട്, അതൊന്നും ആവശ്യമില്ല. നമ്മൾ ജേണൽ എൻട്രി മറ്റു കാര്യങ്ങളിലേക്കൊക്കെ പോകും. അത് അടുത്ത വീഡിയോയിൽ അടുത്ത ദിവസം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഞാൻ ഈ വീഡിയോ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.